നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 46. കൃഷ്ണന്റെ വായിൽ യശോദ ലോകം മുഴുവൻ കണ്ട കഥ. ശ്ലോകം 3. അയി തേ പ്രളയാവധൗ വിഭോ ക്ഷിതിതോയാദി സമസ്തഭക്ഷിണഃ മൃദുപാശനതോരുജാ ഭവേദിതി ഭീതാ ജനനീ ചുകോപസാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. ആദ്യം വാക്കുകൾ പിരിച്ച് നോക്കാം. അയി തേ പ്രളയാവധൗ വിഭോ ക്ഷിതി തോയാദി സമസ്ത ഭക്ഷിണ, അവിടെ വിസർഗം. മൃദ് ഉപാസനതോ രുചാ ഭവേത് ഇതി ഭീത ജനനീ ചുകോപ സാ. ഇതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അയി വിഭോ, അല്ലയോ ഏതിനും ശക്തനായവനെ, തേ അങ്ങേക്ക്, പ്രളയാവധൗ പ്രളയകാലത്തിൽ, ക്ഷിതിതോയാദി സമസ്ത ഭക്ഷിണ പൃഥ്വി, അപ്പ് അല്ലെങ്കിൽ ജലം തുടങ്ങിയവ എല്ലാം ഭക്ഷിക്കുന്ന, മൃദുപാസനത അല്പം മണ്ണു തിന്നുന്നത് നിമിത്തം, രുച ദുഃഖം അല്ലെങ്കിൽ രോഗം, ഭവേത് ഉണ്ടാകും, ഇതി എന്ന വിചാരം നിമിത്തം, ഭീത ഭയപ്പെട്ടവളായ, ജനനി അമ്മ യശോദ, സ ആ ചുകോപ കോപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. അയി തേ പ്രളയാവധൗ, ധൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിഭോ എന്നുള്ളതിൻ്റെ ഭോന്ന് നന്നായിട്ട് ഊന്നി പറയണം. ക്ഷിതി തോയാദി, ക്ഷിതി എന്നുള്ളതിൻ്റെ ക്ഷീന്ന് നന്നായിട്ട് ഊന്നി പറയണം. സമസ്ത ഭക്ഷിണ, സമസ്ത സ്ത എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഭക്ഷിണ ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ക്ഷി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഭക്ഷിണ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. മൃദുപാശനതോ രുച ഭവേത് ഇതി, ചേർത്ത് ചൊല്ലുമ്പോൾ ഭവേദിതി, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭീത, ഭീ എന്നുള്ളതും ഊന്നി പറയണം. ജനനി ചുകോപ സാ, അങ്ങനെ നിർത്താം. അയി തേ പ്രളയാവധൗ വിഭോ ക്ഷിതിതോയാദി സമസ്ത ഭക്ഷിണ മൃദുപാശനദോരുജാ ഭവേദിതി ഭീതാ ജനനീ ചുകോപസാ. അടുത്തത് 4ാമത്തെ ശ്ലോകം. അയി ദുർവിനയാത്മകത്വയാ കിമു മൃത്സാ ബദ വത്സ ഭക്ഷിതാ ഇതി മാതൃകിരം ചിരം വിഭോ വിതഥാം ത്വം പ്രതിജജ്ഞിഷേ ഹസൻ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ ഒന്ന് പിരിച്ചു നോക്കാം. അയി ദുർവിനയാത്മക ത്വയ കിമു മൃത്സ ബദ വത്സ ഭക്ഷിതാ ഇതി മാതൃകിരം ചിരം വിഭോ വിദധാം ത്വാം പ്രതിജജ്ഞിഷേ ഹസൻ. വാക്കുകളുടെ അർത്ഥം നോക്കാം. അയി ദുർവിനയാത്മക, അല്ലയോ ദുർവിനയമുള്ളവനെ, ത്വയ നിന്നാൽ, കിം എന്തിന്, മൃത്സ മണ്ണ്, ബദ കഷ്ടം, വത്സ പുത്ര, ഭക്ഷിത ഭക്ഷിക്കപ്പെട്ടു, ഇതി ഇപ്രകാരമുള്ള, മാതൃകിരം അമ്മയുടെ വാക്ക്, ചിരം വളരെ നേരം, വിഭോ വിഭുവായിട്ടുള്ളവനെ, ത്വം അങ്ങ്, വിദധാം മിഥ്യയാണ് എന്ന്, പ്രതിജജ്ഞിഷേ ഉറപ്പിച്ചു പറഞ്ഞു, ഹസൻ ചിരി തൂകിക്കൊണ്ട്. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. അയി ദുർവിനയാത്മക ത്വയ കിമു മൃത്സ, സ എന്നുള്ളത് ത് സ എന്ന് ചേർത്ത് ചൊല്ലണം. ബദ വത്സ, ഇവിടെ അതേപോലെ തന്നെ ത് സ എന്ന് ചേർത്തിട്ട് സ വത്സ. ഭക്ഷിത ഭ ക്ഷി, ഈ 2 അക്ഷരങ്ങളും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഇതി മാതൃഗിരം ചിരം വിഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിതഥാം,
വി ത ഥാം എന്നുള്ളത് നീട്ടിയിട്ട് മുറുക്കം രഥം എന്നൊക്കെ ഉള്ളതിലത്തെ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. ത്വം പ്രതിജജ്ഞിഷേ, പ്രതിജ്ഞിഷേ രാജ്ഞി എന്നൊക്കെ ഉള്ളതിലത്തെ ഞി എന്നാണ്. പ്രതിജജ്ഞിഷേ, ജ ഞ ചേർത്ത് എഴുതിയതാണ്. ഹസൻ, അങ്ങനെ നിർത്താം. അയി ദുർവിനയാത്മകത്വയാ കിമു മൃത്സാ ബദവത്സ ഭക്ഷിതാ ഇതി മാതൃഗിരം ചിരം വിഭോ വിതഥാം ത്വം പ്രതിജജ്ഞിഷേ ഹസൻ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.